വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ, പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ ക്ലാസ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. കുറേ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തു. അതേപോലെ തന്നെ ഏറ്റവും അവസാനം ജനുവരി മാസത്തിൽ നടന്നുപോയ ഒരു PYQ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അപ്പോൾ ഈ ഒരു 3 ചോദ്യങ്ങളായിരുന്നു നമ്മൾ ജനുവരി മാസത്തിലെ ഈ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടത്. ഇനി അതിലെ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ചോദ്യകർത്താവ് പറഞ്ഞത് 8% 216 എന്നല്ലേ പറഞ്ഞത്? എടാ 8% 216 ആണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ, അതായത് സംഖ്യ ഏത്, അല്ലെങ്കിൽ 100% എത്ര ആണ് എന്നാണ് ചോദിച്ചത്. കണ്ടോ, 8% 216 ആണെങ്കിൽ 100% എത്ര ആണ് എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിച്ച ആൻസറായി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ മക്കളെ 2 എണ്ണം ഉള്ളത് 100ഉം 216ഉം ആണ്. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 1 എണ്ണം ഉള്ളത് 8 അല്ലേ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. സോ ഇനി വെട്ടിക്കോ വെട്ടിക്കോ വെട്ടിക്കോ. ഇവിടെ 8ഉം 216ഉം കൂടെ വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടാം, 2 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 4 കൊണ്ട് വെട്ടാം, 4ന്റെ ഗുണിതങ്ങള്. അതും അല്ലെങ്കിൽ ഒറ്റയടിക്ക് 8 കൊണ്ട് വെട്ടാം. 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് 8 കൊണ്ട് വെട്ടാം. 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 8 കൊണ്ട് ഹരിക്കുക. 8നെ 8 കൊണ്ട് ഹരിച്ചാൽ 1 ആണെന്നുള്ള കാര്യം മനസ്സിലായി. 216നെ 8 കൊണ്ട് ഹരിച്ചാല് 2 8 16, 16ന്റെ ബാക്കി 5 56 ആയിട്ട് മാറി. 7 8 56 എന്ന് വരും, 27 എന്ന് വരും. 27നെ 100 കൊണ്ട് ഗുണിച്ചാല് ഉത്തരം 2700 എന്ന് വരും ആൻസർ. സിമ്പിൾ അല്ലേ? ഇതായിരുന്നു നമ്മൾ ഇത്തവണ പരീക്ഷയ്ക്ക് കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വിത്തിൻ സെക്കൻഡ്സിൽ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ പതുക്കെ ഒന്ന് പഠിക്കാം. ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിക്കേ, വായിച്ചു നോക്കിയേ ചോദ്യം. ഇഫ് യു ആഡ് 200 to 75% ഓഫ് എ നമ്പർ, ഒരു സംഖ്യയുടെ 75% കൂടെ, ഒരു സംഖ്യയുടെ 75% കൂടെ 200 കൂട്ടിയാൽ നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടും എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദ്യം. ഇതായിരുന്നു ചോദ്യം. ഒരു സംഖ്യയുടെ 75% കൂടെ 200 കൂട്ടിയാൽ വി വിൽ ഗെറ്റ് ദ സെയിം നമ്പർ, നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതാം എങ്ങനെ? ഒരു സംഖ്യയുടെ 75% കൂടെ 200 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും, അതായത് 100% തന്നെ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യയുടെ 75% കൂടെ 200 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും, അതായത് 100% തന്നെ കിട്ടും എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദ്യം. സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ശതമാന സിമ്പൽ ഉള്ളവന്മാരെ അല്ല ഒരു സൈഡിലേക്ക് തട്ടാം. സ്വാഭാവികമായിട്ടും ഇവന് ശതമാന സിമ്പൽ ഉണ്ട്, ലവനും ശതമാന സിമ്പൽ ഉണ്ട്. ശതമാന സിമ്പൽ ഉള്ളവന്മാരെ എല്ലാം ഒരു സൈഡിലേക്ക് തട്ടാം. അപ്പൊ ഇവനെ പറഞ്ഞ് അപ്പുറത്ത് വിട്ടാട്ടെ. സ്വാഭാവികമായിട്ട് ഇവൻ അപ്പുറത്ത് പോയാൽ മൈനസ് ആയില്ലേ? ആയി. അവിടെ 100% ഇല്ലേ? ഉണ്ട്. എടാ 100% മൈനസ് 75%. 100%ത്തിൽ നിന്ന് 75% കുറച്ചാല് 25% വരും. അങ്ങനെ 25% 200 ആണെന്ന് മനസ്സിലായി. എടാ 25% 200 ആണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. സംഖ്യ എന്ന് കേട്ടാൽ 100% സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ 100% എത്ര, 100% എത്ര എന്നാണ് ചോദ്യം.
ഇത് മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 25% 200 ആണെങ്കിൽ 50% 400 ആണെന്ന് പറഞ്ഞൂടെ? എടാ 50% 400 ആണെങ്കിൽ 100% 800 എന്ന് പറഞ്ഞ് ഈ ചോദ്യം അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിക്കണം. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത് 100ഉം 200ഉം ആണ്. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 25 ആണ്. എടാ മക്കളെ 25ന്റെ 8ാമത്തെ ഗുണിതമാണ് 200. 25ന്റെ 8ാമത്തെ മൾട്ടിപ്പിൾ ആണ് 200. 8ഉം 100ഉം കൂടെ ഗുണിച്ചാൽ ഉത്തരം 800. ആൻസർ 800 എന്ന് വരും. ആൻസർ സിമ്പിൾ, പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത്ര ഉള്ളു പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ദാ വന്നു. ചോദ്യം പതുക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ആഡിങ് 27 to 91% ഓഫ് എ നമ്പർ. ഒരു സംഖ്യയുടെ 91% കൂടെ 27 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 30% എത്ര എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് അങ്ങ് പോണം. കോംപ്ലിക്കേഷനേ ഇല്ല. ഒരു സംഖ്യയുടെ 91% കൂടെ 27 കൂട്ടിയാൽ 27 കൂട്ടുവാണെങ്കിൽ വി ഗെറ്റ് ദ സെയിം നമ്പർ. ആ സംഖ്യ തന്നെ കിട്ടും എന്നാണ് പറഞ്ഞത്. അതായത് 100% തന്നെ കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സംഖ്യയുടെ 91% കൂടെ 27 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും. അതായത് 100% തന്നെ കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. സാധാരണ അങ്ങനെ ചോദിക്കുന്നത്, പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ സംഖ്യയുടെ 30% പറഞ്ഞു തന്നാൽ മതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ശതമാന സിമ്പൽ ഉള്ളവന്മാരല്ല ഒരു സൈഡിലേക്ക് തട്ടാം. 91% എടുത്ത് അപ്പുറത്തേക്ക് തട്ടി സ്വാഭാവികമായിട്ട് മൈനസ് ആയി. 100% മൈനസ് 91% 9% എന്ന് വരും. അങ്ങനെ 9% 27 ആണെന്ന് മനസ്സിലായി. എടാ 9% 27 ആണെങ്കിൽ ചോദ്യം 30% എത്ര? 30% എത്ര? 30% നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം എന്താ അറിയോ? 9% 27 അല്ലേ? 9% 27 ആണെങ്കിൽ 1% കണ്ടുപിടിക്കാൻ 27നെ 9 കൊണ്ട് ഹരിച്ചാ പോരെ? 27നെ 9 കൊണ്ട് ഹരിച്ചാൽ 3 അല്ലേടാ? 1% 3 ആണെങ്കിൽ 30% കണ്ടുപിടിക്കാൻ 30 കൊണ്ട് ഗുണിച്ചാൽ പോരെ? സിമ്പിൾ ആൻസർ ആയിട്ട് വരും. അല്ലെങ്കിൽ 9% 27 ആണെങ്കിൽ 30% എത്ര എന്നാണ് ചോദിച്ചത്. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 30ഉം 27ഉം ആണ്. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 1 എണ്ണം ഉള്ളത് 9 ആണ്. എടാ കുഞ്ഞുങ്ങളെ 9ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ ആണ് 27. 30 3ഉം കൂടെ ഗുണിച്ചാല് 30 × 3 90. ആൻസർ 90 90 90. സിമ്പിൾ അല്ലേ? ഇതിനൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെയുള്ള സമയമാണ് ആകെ എടുക്കുന്നത്. ഇത്തരത്തിലാണ് ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സോ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പതുക്കെ ഒന്ന് ചെയ്തു നോക്കിക്കേ. ഈ ഒരു ചാപ്റ്റർ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. ചോദ്യം കണ്ടോ? ഒരു സംഖ്യയുടെ 25% കൂടെ 20 കൂട്ടിയാൽ യു ഗെറ്റ് 50% ഓഫ് ദ സെയിം നമ്പർ. ഒരു സംഖ്യയുടെ 25% കൂടെ ഒരു സംഖ്യയുടെ 25% കൂടെ 20 കൂട്ടിയാൽ, എടാ കുഞ്ഞുങ്ങളെ 20 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 50% കിട്ടും. അതേ സംഖ്യയുടെ 50% കിട്ടും. അതേ സംഖ്യയുടെ 50% കിട്ടും എന്ന് പറഞ്ഞു നമ്മൾ എഴുതി വെച്ചു. സോ അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ശതമാന സിമ്പൽ ഉള്ളവന്മാരെ എല്ലാം ഒരു സൈഡിലേക്ക് തട്ടിക്കൂ. 25% എടുത്ത് അപ്പുറത്തേക്ക് തട്ടിക്കൂ. അപ്പൊ എന്തായാലും മൈനസ് ആയല്ലോ. ഇവിടെ കിടക്കുന്ന 25% അപ്പുറത്ത് പോയാൽ മൈനസ് ആയി. അവിടെ ഓൾറെഡി 50% കിടപ്പുണ്ട്. 50% മൈനസ് 25%. 50%ത്തിൽ നിന്ന്
25% കുറച്ചാൽ നമുക്ക് 25% എന്ന് വരും. അങ്ങനെ 25% 20 ആണെന്ന് മനസ്സിലായി. എടാ മക്കളെ, 25% 20 ആണെങ്കിൽ ചോദ്യം സംഖ്യ ഏതാണ്? അതായത് 100% എത്ര, 100% എത്ര, 100% എത്ര എന്നാണ് ചോദിച്ചത്. സോ 25% 20 ആണെങ്കിൽ 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ പോരെ? മതി. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി, രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ രണ്ടെണ്ണം ഉള്ളത് 100ഉം 20ഉം ആണ്. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക, ഒരെണ്ണം ഉള്ളത് 25 ആണ്. ഒരെണ്ണം ഉള്ളത് 25. ഇനി വെട്ടിക്കോ. 25ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 100? ആണ്. 25ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 20നെ 4 കൊണ്ട് ഗുണിച്ചാല് ഉത്തരം 80. ആൻസർ 80 എന്ന് വരും. 20നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര? ഉത്തരം 80 ആണ്. 80 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ, സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. സംഖ്യ എന്ന് കേട്ടാൽ 100% സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 100% എത്ര. സോ അടുത്ത ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾ കഴിയും തോറും നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ട് വരുന്നത്. മാത്രമല്ല, കുറെ ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം. കാരണം പരീക്ഷ ഹാളില് നമുക്ക് ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ആൻസർ കിട്ടണമെങ്കിൽ വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്റർ എനിക്ക് അറിയാം എന്നുള്ള ധാരണയിൽ എക്സാം ഹാളിലേക്ക് പോകരുത്. സോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു പഠിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകുവാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ക്ലാസ്. അപ്പൊ ചോദ്യം ഇതാണ്: ഒരു സംഖ്യയുടെ 12% കൂടെ ആണോ, ഒരു സംഖ്യയുടെ 12% കൂടെ 81 കൂട്ടിയാൽ നമുക്ക് 21% കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒരു സംഖ്യയുടെ 12% കൂടെ 12% കൂടെ എന്തോന്ന് കൂട്ടിയാൽ 12% കൂടെ 81 കൂട്ടിയാൽ നമുക്ക് കിട്ടും 21%. എഴുതി വെച്ചു. എടാ, ഒരു സംഖ്യയുടെ 12% കൂടെ 81 കൂട്ടിയാൽ 21% കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? അതായത് 100% എത്ര, 100% എത്ര, 100% എത്ര എന്നാണ് ചോദിച്ചത്. ഈ 12% എടുത്ത് അപ്പുറത്തേക്ക് തട്ടിക്കോ, സ്വാഭാവികമായിട്ട് മൈനസ് ആയി. 21% മൈനസ് 12% 9% അങ്ങനെ 9% 81 ആണെന്ന് മനസ്സിലായി. എടാ, 9% 81 ആണെങ്കിൽ ചോദ്യം 100% എത്ര, 100% എത്ര എന്നാണ് ചോദ്യം. ക്രോസ് ചെയ്താൽ മതി. 9% 81 ആണെങ്കിൽ 100% എത്ര, ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യാൻ എളുപ്പ വഴി, രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. രണ്ടെണ്ണം ഉള്ളത് 181 ആണ്. ഒരെണ്ണം ഉള്ളത് ഹരിക്കുക, ഒരെണ്ണം ഉള്ളത് 9 ആണ്. ഇവിടെ കുഞ്ഞുങ്ങളെ, ഇവിടെ 9ന്റെ 9ാമത്തെ മൾട്ടിപ്പിൾ ആണ് 81. 9 100ഉം കൂടെ ഗുണിച്ചാല് 9 × 100 ഉത്തരം 900 എന്ന് വരും. ആൻസർ 900 ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ് ഏത്? ശതമാനം എന്ന് പറയുന്ന ചാപ്റ്റർ. കണ്ടോ, അടുത്ത ക്വസ്റ്റ്യൻ അവിടെ വന്നു. ചോദ്യം ഇതായിരുന്നു. ചോദ്യം: ഒരു സംഖ്യയുടെ 14% കൂടെ 64 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 22% കിട്ടുമെങ്കിൽ സോ വാട്ട് ഈസ് ദ 80% ഓഫ് ദ നമ്പർ എന്നാണ് ചോദ്യം. ഇതായിരുന്നു ചോദിച്ചത്. സിമ്പിൾ അല്ലേ? ഒരു സംഖ്യയുടെ 14% കൂടെ 64 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 22% കിട്ടും എന്ന് പറഞ്ഞു നമ്മൾ എഴുതി വെച്ചു. 22% കിട്ടും. ചോദ്യം: എടാ, 80% എത്ര എടാ പിള്ളേരെ എന്നാണ് ചോദിച്ചത്. 80% കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ. ഇതാണ്ടേ, ഈ 14% എടുത്ത് അപ്പുറത്തേക്ക് തട്ട്. അപ്പൊ നിങ്ങൾ പറയണം, സാറേ 22%ന്ന് 14% കുറച്ചാല് 8%. 8% മനസ്സിലായി. അങ്ങനെ 8% 64 ആണെന്ന് മനസ്സിലായില്ലേ?
എടാ മക്കളെ 8% 64 ആണെങ്കിൽ 80% എത്ര എന്നല്ലേ ചോദിച്ചത്? 8% 64 ആണെങ്കിൽ 80% കണ്ടുപിടിക്കാൻ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക. രണ്ടെണ്ണം ഉള്ളത് 80ഉം 64ഉം ആണ്. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക, ഒരെണ്ണം ഉള്ളത് ഹരിക്കുക, ഒരെണ്ണം ഉള്ളത് 8 ആണ്. 8ന്റെ 8ാമത്തെ മൾട്ടിപ്പിൾ ആണ് 64. 8ന്റെ 8ാമത്തെ മൾട്ടിപ്പിൾ ആണ് 64. 80നെ 8 കൊണ്ട് ഗുണിച്ചാൽ മതി, ആൻസർ ആയി. 80നെ 8 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 8നെ 8 കൊണ്ട് ഗുണിച്ചൊരു 0 കൊടുത്താലും മതി. 8നെ 8 കൊണ്ട് ഗുണിച്ചാല് 8 8 64, ഒരു 0 കൂടെ ചേർത്ത് എഴുതിയ ഉത്തരം 640 എന്ന് വരും. സിമ്പിൾ ആൻസർ 640 ആണ്. കണ്ടോ, ഇത്ര ഉള്ള പരിപാടി. ഇത്തരത്തിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കേണ്ടത്. ചോദ്യങ്ങൾ ഒരുപാട് ചെയ്ത് ശീലിക്കണം എന്നുള്ള കാര്യം കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. സോ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യം, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ചാപ്റ്റർ. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ബോർഡിൽ കാണുന്നത്. ശതമാനം അല്ലെങ്കിൽ പെർസെന്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നു. എ സാലറി ഈസ് 25% മോർ ദാൻ ബി സാലറി. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതലാണ്. then ബി സാലറി ഈസ് വാട്ട് പെർസെന്റേജ് ലെസ് ദാൻ എ സാലറി. ഒന്നും കൂടെ പറയാം, മലയാളത്തിൽ പറഞ്ഞാല് എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നാണ് ചോദിച്ചത്. അതായത് തുടക്കത്തിൽ ഒരു കൂടുതലാണെങ്കിൽ അവസാനം കുറവ്, അല്ലെങ്കിൽ അവിടെ ഒരു കുറവാണെങ്കിൽ അവസാനം കൂടുതൽ. ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ എന്താണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വാക്കായിരിക്കും അവസാനം കിടക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യനകത്ത് ഒരു ശതമാന സംഖ്യ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതൽ. ഇവിടെ കൂടുതലാണെന്ന് പറഞ്ഞാൽ താഴെ എന്തായിരിക്കും? കുറവെന്നായിരിക്കും കാണുന്നത്. അതല്ല, അവിടെ കുറവെന്ന് പറഞ്ഞാൽ താഴെ കൂടുതൽ എന്നായിരിക്കും കാണുന്നത്. ഇത്തരത്തിൽ വരുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഒരൊറ്റ ശതമാന സംഖ്യ മാത്രമായിട്ട് വരുന്ന ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒന്നും പേടിക്കേണ്ട. ഇക്വേഷൻ 100r/100a + r. കണ്ടോ, ഇതാണ് ഇക്വേഷൻ. 100r/100 + r അല്ലെങ്കിൽ 100r/100 - r എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. കണ്ടോ, ഇതാണ് ഇക്വേഷൻ. ഒന്നും കൂടെ, അതായത് ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു ശതമാന സംഖ്യ മാത്രമേ ഉള്ളൂ, കൂടുതൽ കുറവ്, കുറവ് കൂടുതൽ. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അടിച്ചോ 100r/100 + r അല്ലെങ്കിൽ 100r/100 - r. ഇനി ഏതെടുക്കണം? പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണോ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണോ എന്നുള്ളതാണ് സംശയം. നിങ്ങൾ ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് നോക്കണം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണെന്ന് കണ്ടാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ടാൽ, കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണ് എന്ന് കണ്ടാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കുറവാണെന്ന് കണ്ടാൽ കുറവാണെന്ന് കണ്ടാൽ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. അപ്പോൾ ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ടാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കുക, കുറവാണെന്ന് കണ്ടാൽ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കുക. പണി കഴിഞ്ഞ്. അപ്പൊ ഇവിടെ എന്തുവാ? ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ്, അധികമാണെന്ന് കണ്ട പ്ലസ് ഉള്ള ഇക്വേഷൻ 100r/100 + r. r എന്ന് പറഞ്ഞ ശതമാന സംഖ്യ, 100r എന്ന് പറഞ്ഞാല് 100 × r-ന്റെ വില 25 /100 + r എന്ന് പറഞ്ഞാൽ 100 + 25, 100ന്റെ കൂടെ 25 കൂട്ടിയാൽ 125. കണ്ടോ? ഇനി വെട്ടിക്കോ. 25ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ അല്ലേടാ 125 ആണ്. 25ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ ആണ് 125. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര? 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമ്മളുടെ ഉത്തരം 20% എന്ന് വന്നു ആൻസർ. ഇത്രയുള്ള പരിപാടി സിമ്പിൾ അല്ലേ? അപ്പോൾ ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ട പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കുക. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കുറവാണെന്ന് കണ്ടാൽ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കുക എന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ആ ഒരു ചോദ്യം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ
ഈ ഒരു ചോദ്യം നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. എയുടെ ഇൻകം, അതായത് എയുടെ വരുമാനം ഈസ് 20% മോർ ദാൻ ബീസ് ഇൻകം. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തിനേക്കാൾ 20% കൂടുതലാണ് എങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നാണ് ചോദിച്ചത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അന്നേരം അടിച്ചോണം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ്. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ്, അധികമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ ആണേ. 100R by 100 പ്ലസ് ആർ എന്ന് വരും. കണ്ടോ, ഇവിടെ ആർ എന്ന് പറഞ്ഞ ശതമാന സംഖ്യ 20, ശതമാന സംഖ്യ 100. ആർ എന്ന് പറഞ്ഞാൽ 100 × 20 ഡിവൈഡഡ് ബൈ 100 + 20, 100 + 20 120. കേട്ടോ, ഇനി വെട്ടിക്കോ, ധൈര്യപൂർവ്വം വെട്ടിക്കോ. 20ന്റെ 0-ഉം 120ന്റെ 0-ഉം കൂടെ വെട്ടി. ഇവിടെ കുഞ്ഞുങ്ങളെ 2ഉം 12ഉം കൂടെ വെട്ടിയാൽ 2ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 12. 2ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 12. 100 6ഉം കൂടെ 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 100നെ 2 കൊണ്ട് ഹരിച്ച 50 ആണ്. അതേപോലെ 6നെ 2 കൊണ്ട് ഹരിച്ച 3 ആണ്. 50നെ 3 കൊണ്ട് ഹരിക്കുക. 50നെ 3 കൊണ്ട് ഹരിച്ച ആൻസർ ആയി. 50നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 16.66 എന്ന് വരും. 16.66 ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ 50നെ 3 കൊണ്ട് ഹരിച്ചിട്ട് 16 3 48 ശിഷ്ടം 2 എന്ന് വരും. ഇനി ആന്റി ക്ലോക്ക് വൈസിൽ എഴുതിയാൽ മതി. ആന്റി ക്ലോക്ക് വൈസ്, അതായത് ആദ്യം ഹരണഫലം, എഴുതണം, കോഷ്യന്റ് എഴുതണം. ഹരണഫലം 16, കോഷ്യന്റ് 16. പിന്നെ ഡിവൈസർ ഹാരകം 3. ഹാരകത്തിന്റെ മുകളില് ശിഷ്ടമ റിമൈൻഡർ 2ഉം കൂടി എഴുതി വെച്ചു. ഈ ആൻസർ ഉണ്ടെങ്കിൽ അത് കുത്തിയാലും മതി. അതില്ലെങ്കിൽ 16.66 എന്ന് പറയുന്ന ആൻസർ ആണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ശതമാന സംഖ്യ നോക്കിയാൽ മതി. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ടാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ, കുറവാണെന്ന് കണ്ടാൽ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണം എന്നുകൂടി ഓർത്തിരിക്കണം. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ചോദ്യം ഇതാ വരുന്നു. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ശതമാന സംഖ്യ 25 ആണ്. കൂടെ നിൽക്കുന്ന വാക്ക് കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൃത്തിയായിട്ട് 100R by 100 + 6 ആണോ 100R by 100 - 6 ആണോ എന്ന് നോക്കിയിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ട് ആൻസർ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സോ നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു ഭാഗം, അതായത് ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട 100R by 100 + 6 അല്ലെങ്കിൽ 100R by 100 - 6 എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ചോദ്യങ്ങൾ കൂടി ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങളും ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയിട്ട് അത് എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ഞാൻ ചെയ്തത് അത് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി പഠിച്ചു മുമ്പോട്ട് പോകണം. കുറെ ചോദ്യങ്ങൾ ചെയ്തു പരിശീലിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയിൽ, കഴിഞ്ഞുപോയ പരീക്ഷയിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ പിഴവുകളും ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത വിധത്തിലെ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊരു ഫ്രീ വെബിനാർ വെച്ചുകൊണ്ട് മേഘ മിസ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതായത് ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഭാഗങ്ങളിൽ പല മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ പരീക്ഷയിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് മാറ്റങ്ങൾ വന്നത്, അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആ ടോപ്പിക്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, സോ ഒരു ദിവസം പഠിക്കുമ്പോൾ ഏതൊക്കെ മേഖലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അടുത്ത പരീക്ഷ മാർച്ച് അവസാനം നോട്ടിഫിക്കേഷൻ വരുമോ എന്നുൾപ്പെടെയുള്ള എല്ലാ ആശങ്കകളും
എല്ലാ സംശയങ്ങളും പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മാർച്ച് 7-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ് നമ്മളൊരു സൂം പ്ലാറ്റ്ഫോമിലെ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുവാണ്. സോ ഇതൊരു ഫ്രീ വെബിനാർ ആയതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നേരിട്ട് ടീച്ചറിനോട് ചോദിച്ചുകൊണ്ട് പരിഹരിക്കാവുന്നതാണ്. അടുത്ത പരീക്ഷയ്ക്ക് ഒരു പിഴവുകളും വരാൻ പാടില്ല. അടുത്ത പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുവാൻ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർച്ച് മാസം അവസാനത്തോടുകൂടിയാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അതിന് ദിവസങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ഒരു പ്ലാനോടുകൂടി വേണം മുമ്പോട്ട് പോകുവാൻ. തുടക്കക്കാർക്ക് സമയം കളയാതെ തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുവാൻ തക്ക വിധത്തിലെ ഒരു ബാച്ച് നമ്മൾ CCയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലെ നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരെ സമീപിച്ച് നോക്കുമ്പോൾ പരമാവധി റിസൾട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് സെഷൻ ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാണ്. സോ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ സമയം കൃത്യമായിട്ട് ഒരു ദിവസത്തിൽ നമുക്ക് കിട്ടുന്ന സമയം കൃത്യമായിട്ട് അത് പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട് ആക്കി എടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകണ്ട. സോ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിലെ പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.